PC ജോർജിനെ കൂറുമാറ്റ നിരോധന നിയമത്തിൽ ഉൾപ്പെടുത്തി പുറത്താക്കാൻ അയോഗ്യനാക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് എത്രമാത്രം സാധിക്കും? PC ജോർജിന്റെ പ്രതിരോധം ഏതു തലത്തിൽ? SR ശക്തിധരൻ, ഭാസ്കരപിള്ള, അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, ജോസഫ് പുതുശ്ശേരി, R ബാലകൃഷ്ണപിള്ളയും PC ജോർജിനെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം SR ശക്തിധരനിലേക്ക്. ശ്രീ SR ശക്തിധരൻ, ഇന്ന് PC ജോർജ് ഉപയോഗിച്ച രണ്ട് വാക്കുകൾ കുതന്ത്രവും ഉമ്മാക്കിയും. UDF സർക്കാരിന്റെ ആദ്യ കാലഘട്ടത്തിൽ തുടക്കത്തിൽ അതിനെ നയിക്കുന്നതിൽ നിർണായക ശക്തിയായിരുന്ന PC ജോർജ് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ UDFന്റെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും പ്രത്യേകിച്ച് പേരുകൾ എടുത്തു പറയുന്നു. മുഖ്യമന്ത്രിയുടെ, KM മാണിയുടെ കുതന്ത്രവും ഉമ്മാക്കിയും വിലപ്പോവില്ല. ഈ രണ്ട് വാക്കുകൾ കേന്ദ്രീകരിച്ചാൽ കേരള രാഷ്ട്രീയം എത്രമാത്രം മലീനമസമെന്ന് എന്ന വിമർശനവും ശക്തമായി ഇന്ന് ഉയരുകയുണ്ടായി. ഏതു തരത്തിൽ താങ്കൾ കാണും ഈ PC ജോർജിന്റെ നിലപാടിനെ? അല്ല, കേരള രാഷ്ട്രീയം മലീമസമാണെന്നുള്ളത് ഇപ്പോഴത്തെ ഒന്നാണ് ജോർജൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി ഒരു കാലത്ത് പ്രവർത്തിച്ചവരാണ്. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന കാര്യത്തിൽ, അതിനാവശ്യമായിട്ടുള്ള സഹായം ചെയ്യുന്ന കാര്യത്തിൽ ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഞാനിപ്പോൾ രാഷ്ട്രീയത്തിൽ ആരുടെയും പൂർവ്വകാല ചരിത്രമൊന്നും ചികഞ്ഞ് പരിശോധിച്ചുകൊണ്ടൊരു കാര്യമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാലുമാറുകയും ചേരി മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റേതായിട്ടുള്ള എല്ലാ ഉമ്മാക്കിയും അതുതന്നെ ഉളുപ്പില്ലായ്മയും ഒക്കെ നല്ല വശമുള്ള ആളുകളാണെന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളതിൽ മിക്കവാറും എല്ലാവരും. അതുകൊണ്ട് തന്നെ അവർ ഈ പ്രയോഗങ്ങളൊക്കെ നടത്തും. ഇപ്പോൾ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം PC ജോർജിനെതിരായിട്ട് ഭരണമുന്നണി വലിയ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അയാളെ തൊടാൻ ധൈര്യമില്ല ഇവർക്ക്. കാരണം ഭൂരിപക്ഷത്തിൻ്റെതായ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ PC ജോർജിനും ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവർ നേരത്തെ തന്നെ കറിവേപ്പില പോലെ എടുത്ത് കളയുമായിരുന്നു. ഇന്നിപ്പോൾ അതിന് സാധ്യമല്ലാത്തൊരവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് PC ജോർജിൻ്റെ സമ്മർദ്ദങ്ങൾക്ക്, PC ജോർജിൻ്റെ ആക്ഷേപങ്ങൾക്ക്, PC ജോർജിൻ്റെ തെറികൾക്കൊക്കെ ഇവരിങ്ങനെ ഉളുപ്പില്ലാതെ ഈ ഭരണ നേതൃത്വം നിന്നു കൊടുക്കുന്നതെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഭരണരാഷ്ട്രീയം മലീമസമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. യെസ്, R ബാലകൃഷ്ണപിള്ള കൂടി ചേരുന്നു. ഭാസ്കരപിള്ളയിലേക്കും അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്തിലേക്കും പോകുന്നതിന് മുമ്പ് ശ്രീ R ബാലകൃഷ്ണപിള്ള, SR ശക്തിധരൻ നിരീക്ഷിച്ചത് അവിടെയാണ്. PC ജോർജ് പറയുന്നു കുതന്ത്രവും ഉമ്മാക്കിയും അത് അടിസ്ഥാനമാക്കിയിരിക്കുന്നു സർക്കാർ, എന്നാൽ തന്റെ നേരെ വേണ്ട. അദ്ദേഹം SR ശക്തിധരൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും PC ജോർജിനെ തൊടാൻ മുഖ്യമന്ത്രിക്കും KM മാണിക്കും ധൈര്യമില്ല? ഒരു ഉമ്മാക്കി കാണിക്കൽ, കുതന്ത്രം, ആ അവസ്ഥയിലേക്ക് മാത്രം ഇത്തരം നിലപാടുകളെ കാണേണ്ടതുണ്ടോ? ഇന്ന് എന്താണ് തീരുമാനിക്കേണ്ടത് കേരള കോൺഗ്രസ് എം? അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. കേരളത്തിന്റെ പൊതുവായ അവസ്ഥയിൽ PC ജോർജിനെതിരായ കേരള കോൺഗ്രസ് എമ്മിന്റെ അല്ലെങ്കിൽ KM മാണിയുടെ നീക്കം, അതിന്റെ PC ജോർജ് ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രതിരോധിക്കാൻ ഏതു തരത്തിൽ താങ്കൾ കാണും? ജോർജിനെ തൽക്കാലം തൊടാനൊക്കുകയില്ല. കാരണം ഇതൊരു കോടതി കൂടുന്ന പോലെ കേസ് നടത്തേണ്ട ഒരെണ്ണം സാക്ഷികളെയൊക്കെ വിസ്തരിച്ച് സാവകാശം എടുക്കേണ്ട ഒരു കാര്യമാണ്. വിപ്പ് ലംഘിക്കുകയാണെങ്കിൽ നിയമസഭയ്ക്കകത്ത് വലിയ ചെയ്യാം. ശ്രീ ശക്തിധരൻ പറഞ്ഞത് പല കാര്യങ്ങളും വളരെ ശരിയാണ്. അതിന് മുമ്പ് നടന്ന ചർച്ച ഞാൻ കേട്ടില്ല, വളരെ ശരിയാണ്. ഒന്ന്, ജോർജ് ഇവർക്ക് കൂട്ടുന്ന കാലത്ത്, ഞാൻ പിന്നെ ഈ മുന്നണിയുടെ കാലത്ത് ആദ്യം മുതലേ ഇവരുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ആളും അഴിമതിക്കെതിരായി ഒരു കുരിശുയുദ്ധം നടത്തിയ ആളുമാണ്. അത് വെറുതെ അല്ല, എല്ലാ കമ്മിറ്റികളിലും ഞാൻ നിരവധി ആരോപണങ്ങൾ തെളിവ് സഹിതം, കടലാസ് സഹിതം, ഫയലുകൾ സഹിതം വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഉമ്മൻചാണ്ടിക്ക് എഴുതി പല പ്രാവശ്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു മറുപടി പോലും കിട്ടിയിട്ടില്ല. അതിന് ഒരു കേസ് മാത്രം വേറൊരു കക്ഷി കൊണ്ടുവന്ന് തൃശ്ശൂർ ട്രൈബ്യൂണലിൽ കൊടുത്ത കേസുണ്ട്. അതിന് നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ജോർജിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇപ്പൊ പാമായിൽ കേസിന്റെ കാലത്ത് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്. പാമായിൽ കേസ് സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയെ യഥാർത്ഥത്തിൽ രക്ഷപ്പെടുത്തിയത്, ശക്തിക്കും അറിയാം, രക്ഷപ്പെടുത്തിയത് PC ജോർജാ. ജഡ്ജിമാർക്കെതിരായി പോലും ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഇറങ്ങി പടവെട്ടി ആളാണ്. ജോർജിനെ ചതിച്ചത് ഉമ്മൻചാണ്ടിയാണെന്ന് ജോർജ് തന്നെ പറയുന്നുണ്ട്. എന്ത് തെറ്റും അഴിമതി നിറഞ്ഞു നിൽക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ അരുവിക്കരയിൽ നടക്കുന്ന ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ എനിക്ക് സഹതാപമാണ്. ജയിക്കുന്നത് ഞങ്ങൾ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് വേറൊരു കാര്യം. അപ്പൊ അങ്ങനെ നടക്കുകയാണ്. എന്ത് കുതന്ത്രവും. പക്ഷെ ജോർജ് ഒരു വാചകം കൂടെ പറയണ്ട, നിങ്ങൾ ചോദിക്കും ഞാൻ കരുതി. അഴിമതിയും ഇതുപോലെ അഴിമതി നടത്തിയ ഒരു മന്ത്രിസഭ ഇന്ത്യയിൽ കാണുക. അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്. ജോർജിന് ഇതിന്റെ പല കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് ജോർജിനെ അവസാനം വരെ അനുനയിപ്പിക്കാൻ തീരുമാനിച്ചു. ഇവിടെ തീരുമാനമെടുക്കുന്നത് കേരള കോൺഗ്രസ് എം അല്ല, മാണിയല്ല, മുഖ്യമന്ത്രിയാണ്. മെനഞ്ഞാന്ന് അരുവിക്കരയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ജോർജിനെ പുറത്താക്കേണ്ട ബാധ്യത
കേരള കോൺഗ്രസ് എമ്മിനാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാണ്. അപ്പോഴാണ് ഇത് ഇളകിയത്. അത് മനസ്സിലാകണം. അതുവരെ ജോർജിനെതിരായി നടപടിയെടുക്കുമെന്നോ ഡിസ്ക്വാളിഫിക്കേഷൻ വരുമെന്നോ ആരും പറഞ്ഞില്ല. പറഞ്ഞത് എപ്പോഴാ? ഉമ്മൻചാണ്ടിയാ. അപ്പൊ കേരള കോൺഗ്രസിന്റെ കാര്യം തീരുമാനിക്കുന്നത് ഉമ്മൻചാണ്ടിയാ. ഞങ്ങളുടെ കാര്യം തീരുമാനിച്ചുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടിയാ അവസാനം വരെ. ഞാൻ പോലും അറിയാതെ വെങ്കടേശനെ പുറത്താക്കിയ ഉമ്മൻചാണ്ടി വാക്കുമാറി ഇപ്പൊ എന്താ ചെയ്യുന്നത്? ജോർജിനെ അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെയാണ് പുറത്താക്കേണ്ടതെന്ന് പറയുന്ന നീതിയല്ലാത്ത ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി. ഇനിയിപ്പോ ജോർജിനെ പുറത്താക്കണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ നിയമസഭയിൽ അതും നടക്കും. ഇനിയിപ്പോ നിയമസഭയ്ക്ക് അകത്ത് നിയമസഭയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അതിന് നടപടിയെടുക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. കേരള നിയമസഭയിൽ ഒരുപാട് കൊല്ലം ഇരുന്ന ആളാണ് ഞാൻ. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, അത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയും 89-ലെ താങ്കളെ അയോഗ്യനാക്കിയ കാര്യങ്ങളാണ് ഇപ്പോൾ കോട്ട് ചെയ്യപ്പെടുന്നത്. നിലവിലെ അവസ്ഥയിൽ അന്ന് വർക്കല രാധാകൃഷ്ണനായിരുന്നു, ഇന്നത്തെ സ്പീക്കർ ആരാണെന്നറിയാം. നാളെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഉന്നതാധികാര സമിതി തീരുമാനമെടുത്താൽ 29-ന് ആണെങ്കിൽ അന്നാണെങ്കിലും സ്പീക്കറുടെ മുന്നിൽ ഈ പരാതി എത്തും, അല്ലെങ്കിൽ ആവശ്യമെത്തും കേരള കോൺഗ്രസിന്റേത്. ഒരു ജുഡീഷ്യൽ ആപ്ലിക്കബിൾ മൈൻഡ്, അത്തരത്തിലാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്പീക്കർ ഈ നടപടികളെ കൈകാര്യം ചെയ്യേണ്ടത്. നിയമപരമായി വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള അവസ്ഥയെന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ അഭിമുഖീകരിക്കേണ്ട ആർജവം, രാഷ്ട്രീയമല്ല ഞാൻ ചോദിക്കുന്നത്, അതിനപ്പുറത്തേക്ക് ജുഡീഷ്യൽ മൈൻഡ് ആപ്ലിക്കബിൾ ആക്കുക ഇപ്പോഴത്തെ സ്പീക്കർക്ക് എത്രമാത്രം കഴിയും? അതോ താങ്കൾ പറയുന്നതനുസരിച്ച് ആ സ്പീക്കർക്ക് മുകളിലും ആധിപത്യം ചുലത്താൻ കഴിയുന്ന ഒരു സർക്കാരിന്റെ അധിപൻ അവിടെ സ്വാധീനത്തിന് വഴങ്ങുമോ? അത് തന്നെ സംഭവിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. 1989 ഈ നിയമമല്ല ഇപ്പൊ നിലവിലുള്ള നിയമം. എന്റെ കാലത്ത് എന്താ സംഭവിച്ചാൽ ഞാൻ വോളണ്ടിയറി ആയിട്ട് തന്നെ ആ പാർട്ടി വിട്ടു എന്നുള്ളതിന് ശേഷമാണ്. പാർട്ടി വിട്ട് ആദ്യം മത്സരിച്ച കൊടിക്കുന്നിൽ സുരേഷിന്റെ നോമിനേഷൻ ഒപ്പിടുകയും മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച PC തോമസിന്റെ മൂവാറ്റുപുഴയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയും എന്റെ പാർട്ടിയിലുണ്ടായിരുന്ന ജോസഫ് മത്സരിച്ച ജോസഫിനെതിരായി അന്ന് ഞാൻ യോഗങ്ങളിൽ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തോടെ തന്നെ ഞാൻ ആ പാർട്ടി വിട്ടു ഞാൻ പത്രത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ രാധാകൃഷ്ണൻ മുമ്പിൽ എത്തിയപ്പോ രാധാകൃഷ്ണനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രാധാകൃഷ്ണൻ നടപടി എടുത്തോ, എനിക്കൊന്നും പറയാനില്ല, ഞാൻ ആ പാർട്ടി വിട്ടു, ഞാൻ UDF നിൽക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഞാൻ UDF നിന്നുകൊണ്ട്, അത് UDFിലാണല്ലോ, ഞാൻ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ കൂറുമാറിയത് ജോസഫാണ്, ഞാനല്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുക. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായില്ല, ഞാൻ കോടതിയിലും പോയില്ല. രാധാകൃഷ്ണന് തീരുമാനമെടുക്കാൻ പ്രയാസവും ഉണ്ടായില്ല, ഞാൻ തന്നെ സമ്മതിച്ചെടുക്കുകയായിരുന്നു. ഇപ്പൊ അതല്ല സ്ഥിതി. ഇപ്പൊ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഇപ്പൊ തന്നെ ഇന്ന് ഞാൻ അരുവിക്കരയുണ്ടായിരുന്നു. അവിടെ എന്ത് പണമായി ഇറക്കുന്നത്, ഇവിടെ എന്ത് ഇലക്ഷൻ കമ്മീഷൻ, ഇവിടെ എന്ത് ഒബ്സർവർ, ആര് കാണുന്നു? കുപ്പിക്കണക്കിനാണ് സാധനം പോകുന്നത്, കോടിക്കണക്കിനാണ് രൂപ ഇറങ്ങുന്നത്. പരസ്യമായി ഉമ്മൻചാണ്ടി നിവേദനങ്ങൾ വാങ്ങി ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഓഫീസിലേക്ക് കൊണ്ടുപോവുക. ഉമ്മൻചാണ്ടിയുടെ പര്യടനത്തിൽ കൂടെ നടക്കുന്നവര് നിവേദനം വാങ്ങിക്കുക, ഉമ്മൻചാണ്ടി കയ്യിൽ കിട്ടി വാങ്ങുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നവര് ജോർജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ കഴിയും. എങ്ങനെ? സ്പീക്കർക്ക് അത് എടുക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എടുത്താൽ ഇത് കോടതി ചോദ്യം ചെയ്യും. അനാവശ്യമായി കാര്യങ്ങൾ ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാകും. പല കേസുകളും നമ്മുടെ അവിടെ നടക്കുന്നുണ്ട്. അത്ര എളുപ്പമല്ല ഈ ഇഷ്യൂവിൽ. കാര്യം എന്താണെന്നറിയാവോ? ഇതിൽ പറയുന്ന ഒരു ഭാഗം ഞാൻ ഇന്നും വീണ്ടും ഇന്നലെയും നോക്കി. ഒരു ഭാഗം ഇതാണ്, വോളണ്ടിയറി ആയിട്ട് മെമ്പർഷിപ്പ് കളഞ്ഞാലെന്നുള്ളതാ. അപ്പൊ കളയണമെങ്കിൽ വേറൊരു പാർട്ടി ചേരണം. ജോർജിന്റെ പാർട്ടി രജിസ്റ്റേർഡ് രാഷ്ട്രീയ കക്ഷി ആയിട്ടില്ല, സെക്കുലർ ഇനിയും നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുകയോ ഇപ്പൊ ഈ PC തോമസ് ചെയ്ത പോലെ രജിസ്റ്റർ ചെയ്യുകയോ ഒരു പാർട്ടിയായിട്ട് വരികയോ അത്രത്തോളം ജോർജ് സെക്കുലറിന്റെ സംബന്ധിച്ചാൽ പോലും, എന്റെ നിയമപരമായ ബോധ്യത്തിൽ സെക്കുലറിൽ സംബന്ധിച്ചാൽ പോലും ജോർജിനെതിരായി നടപടിയെടുക്കാനും കാരണം ഇറ്റ് ഈസ് നോട്ട് എ പാർട്ടി recognized by the Election Commission of India or even registered with the Election Commission of India. അതാണ് സെക്കുലറിന്റെ സ്ഥിതി. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് കരുതാൻ കഴിയില്ല. മാത്രമല്ല സെക്കുലറിന്റെ യോഗത്തിൽ അയാൾ പങ്കെടുത്തിട്ടില്ല. അത് സെക്കുലറിന്റെ ഒരു വൈമതി വിരുദ്ധ യോഗമാണ് നടന്നത്, അല്ല അവരുടെ ജനറൽ ബോഡിയല്ല. ശ്രീ ബാലകൃഷ്ണപിള്ള, ഒന്ന് ഇടപെടുന്നതിൽ ഒന്ന് ക്ഷമിക്കുക. ഇത്തരമൊരു അവസ്ഥ, താങ്കൾ യാഥാർത്ഥ്യങ്ങൾ, ഏതു രീതിയിൽ അനുമാനങ്ങൾ അതിലേക്ക് പോകുമ്പോൾ സ്പീക്കർ ഒരു നിർണായക ഘടകമാകും. സ്പീക്കറുടെ മുന്നിൽ ഇതെത്തുമ്പോൾ അവിടെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ആ ഒരു ആർജവത്തിനുള്ള കെൽപ്പ് ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എത്രമാത്രം സാധ്യമാണ്?
ഒന്ന് ചുരുക്കി. ദീർഘമായ നിയമസഭാ പരിചയമുള്ള ജീവിച്ചിരിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ. ഗൗരിയമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ നിയമസഭയിൽ ഇരുന്നയാളാണ് ഞാനെന്നാണ് എന്റെ ബോധ്യം. ഈ സ്പീക്കറിൽ നിന്ന് എന്താണ് ഉണ്ടാകുന്നതെന്ന് അങ്ങ് തന്നെ നേരത്തെ സംസാരിച്ച പലരും പറഞ്ഞു. അതിലേക്ക് ഞാൻ കിടക്കുന്നുണ്ട് ഇപ്പോ. ഏതായാലും അങ്ങനെ വന്നാൽ വേണ്ടത്ര മൈൻഡ് അപ്ലൈ ചെയ്ത്, ഞാൻ പറഞ്ഞ മനസ്സിലായത്, ഡിസിഷൻ എടുക്കുമ്പോ മൈൻഡ് അപ്ലൈ ചെയ്ത് എവിഡൻസുകൾ മുഴുവൻ ക്രോഡീകരിച്ച് അതിനനുസരണമായ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജോർജിന് ഹൈക്കോടതിയെ സമീപിക്കാം. അങ്ങനെ ഇന്ത്യയിലെ പല കോടതികളിലും കേസുകളുണ്ട്. ചിലതൊക്കെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. കർണാടകത്തിലെ ഡിസ്പോസ് ചെയ്തപ്പോ MLA ഇപ്പോഴും അതിനുശേഷം കഴിഞ്ഞ ഇലക്ഷൻ വരെ അവരെല്ലാം തുടരുകയായിരുന്നു. അത്തരമൊരു അവസ്ഥയിൽ സ്പീക്കർ ഒരു നിർണായക ഘടകമാകുമ്പോൾ ജുഡീഷ്യൽ മൈൻഡ് അപ്ലൈ ചെയ്യാൻ നിലവിലെ സ്പീക്കർക്ക് എത്രമാത്രം സാധിക്കും എന്ന് ബാലകൃഷ്ണപിള്ള സംശയിക്കുമ്പോൾ വളരെ നന്ദി ശ്രീ ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചതിന്. കേരള കോൺഗ്രസ് എമ്മിൽ എന്താണ് നടക്കുന്നത്? PC ജോർജ് പറയുകയാണ് കുതന്ത്രവും ഉമ്മാക്കിയുമെന്നാണ്. ശ്രീ ഭാസ്കരപിള്ള, PC ജോർജിനെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. പക്ഷേ അവർ പറയുന്നതനുസരിച്ച് PC ജോർജിനെതിരെ കൂറുമാറ്റ നിരോധന നിയമം ഉപയോഗിക്കാൻ സാധ്യമല്ല, കഴിയത്തില്ല. കാരണം അതിനകത്ത് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, അസംബ്ലിയിൽ വിപ്പ് കൊടുക്കുമ്പോൾ വിപ്പ് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാക്കാം. ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. രണ്ട്, വോളണ്ടറി ആയിട്ട് പാർട്ടിയിൽ നിന്നും പുറത്തുപോയി വേറൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ നിരോധന നിയമം എടുക്കാം. അത് ആദ്യകാലത്തൊന്നും ഉപയോഗിച്ചതാണ്. പക്ഷേ ഇവിടെ PC ജോർജ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും പുറത്തു പോയിട്ടില്ല, പുറത്താക്കിയതാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ വൈസ് ചെയർമാനായിരുന്ന PC ജോർജിനെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്നും പുറത്തു പോയിട്ടില്ല. പുറത്തുപോയി വേറൊരു പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുമില്ല, വേറൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുമില്ല. പിന്നെ അഴിമതി വിരുദ്ധ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അതുണ്ടാക്കിയത് KM മാണി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനായിരിക്കുമ്പോൾ, PC ജോർജ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വൈസ് ചെയർമാൻ ആയിരിക്കുമ്പോൾ മാണി സാറിൻ്റെ അനുവാദത്തോടു കൂടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് അഴിമതി വിരുദ്ധ ജനാധിപത്യ മുന്നണി. അതിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അത് അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു സംവിധാനമാണ്. അന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പോലും മാണി സാർ പറഞ്ഞിരുന്നത്, ജോർജെ, അഴിമതിക്കെതിരായിട്ട് പോരാടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അതൊരു രാഷ്ട്രീയ പാർട്ടി ലക്ഷ്യമാണ്, അത് ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോ എന്ന് പറഞ്ഞ മാണി സാറാണ് ഇപ്പോൾ ഘടകവിരുദ്ധമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അന്ന് ഇതേപോലെയുള്ള അഴിമതിയിൽ ചെന്ന് ചാടും എന്നൊരു പക്ഷേ മാണി സാറ് ധരിച്ചു കാണുകയല്ല. അതുകൊണ്ടാണോ ഇല്ലയോ എന്നെനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ PC ജോർജിനെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് പുറത്താക്കാൻ, കൂറുമാറ്റ നിരോധന നിയമം ഉപയോഗിച്ച് പുറത്താക്കാൻ സാധ്യമല്ല. യെസ്, ആ നിലപാട് PC ജോർജിന്റെ നിലപാടാണ്. അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്തിലേക്ക്. ആന്റി ഡിഫെക്ഷൻ ലോ ആർട്ടിക്കിൾ 102 സബ്സെക്ഷൻ 2, 191 സബ്സെക്ഷൻ 2, ആ രണ്ട് ക്ലോസുകളെ PC ജോർജ് വ്യാഖ്യാനിക്കുന്നത് ഈ തരത്തിലാണ്. കേരള കോൺഗ്രസ് എം മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കുന്നു. എവിടെയാണ് ആ നിയമം നിൽക്കുന്നത്? ആരുടെ ഭാഗത്ത്? ഇത് 91ാമത്തെ അമെൻമെന്റ് പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനിലെ 10ാം ഷെഡ്യൂളിൽ കൊണ്ടുവന്നൊരു നിയമമാണ്. ഇതിനകത്ത് അവിടെ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, വോളണ്ടറിലി റിസൈൻസ് ഫ്രം ദ മെമ്പർഷിപ്പ്. അതായത് സ്വമേധയാ രാജിവെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ഭാസ്കരപിള്ള പറഞ്ഞതുപോലെ പാർട്ടിയുടെ വിപ്പ്, അസംബ്ലിയിലുള്ള വിപ്പ് വയലേറ്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ ശക്തിധരൻ സാറ് പറഞ്ഞ പോലെയും ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞ പോലെ, അതുപോലെ ഭാസ്കരപിള്ള സാർ പറഞ്ഞ പോലെയും വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. ഹീ ഈസ് എ സസ്പെൻഡഡ് മെമ്പർ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി. ഒരു സസ്പെൻഡഡ് മെമ്പർ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദറ്റ് പൊളിറ്റിക്കൽ പാർട്ടി. പിന്നെ അയാൾ എങ്ങനെയാണ് അയാളുടെ വോളണ്ടറി ആയിട്ട് അയാളുടെ മെമ്പർഷിപ്പ് കളയുക? അപ്പോൾ അതുകൊണ്ട് അയാൾ സ്വമേധ അയാളുടെ മെമ്പർഷിപ്പ് കളയുക എന്നുള്ള ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുന്നതേ ഇല്ല. അതുകൊണ്ട് ആ ഒരു പോയിന്റ് ഇല്ല. പിന്നെ പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചതായിട്ട് പറയാനും പറ്റില്ല. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ പറഞ്ഞുവിടാനായിട്ട് നിയമപരമായിട്ട് there are no grounds. ഈ ക്ലോസുകൾ ഈ പറയുന്ന വ്യാഖ്യാനങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഗ്രൗണ്ട്സ് ഇല്ല. 2003 ആക്ട് പ്രകാരം ഒരു ഗ്രൗണ്ട്സും ഇല്ല. പിന്നെ ബാലകൃഷ്ണൻ സാർ പറഞ്ഞതുപോലെ 1989 ഉണ്ടായിരുന്ന നിയമമല്ല ഇപ്പോഴേ, 2003 അത് അമെൻമെന്റ്. SR ശക്തിധരനിലേക്ക് ഈ കാര്യങ്ങൾ വസ്തുതാപരമായി നിലനിർത്തുമ്പോൾ ബാലകൃഷ്ണപിള്ള പറഞ്ഞു, PC ജോർജിന്റെ നിലപാടുകളൊക്കെ വരുമ്പോൾ ഒരു PC ജോർജിന്റെ വാക്കുകളിലേക്ക് തന്നെ നമ്മൾ വീണ്ടും പോകേണ്ടതുണ്ടോ? കുതന്ത്രം എന്ന് പറയുന്ന വാക്കിലേക്ക് മൊത്തത്തിൽ കേരള രാഷ്ട്രീയത്തിൽ കുതന്ത്രങ്ങളുടെ ഒരു സമാഹാരമായി കേരള രാഷ്ട്രീയത്തെ നയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തിന്? ഉണ്ടെങ്കിൽ എന്നുള്ളതല്ല, ഉണ്ട് എന്നുള്ള വസ്തുതാപരമായി നമ്മൾ അംഗീകരിക്കുക.
കുതന്ത്രങ്ങളുടെ ഒരു തേരോട്ടമായിരുന്നു ഈ കഴിഞ്ഞ 4 വർഷക്കാലം കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. അത് ഇപ്പുറത്തുനിന്ന് MLA-മാരെ പിടിക്കുന്നതടക്കമുള്ള കുതന്ത്രങ്ങളിൽ പങ്കാളിയായ ആളുമാണ് PC ജോർജ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരായി കോടതിയിൽ ഇവിടെ ബാലകൃഷ്ണൻ സാർ പറഞ്ഞതുപോലെ കോടതിയിൽ വന്നപ്പോൾ ആ ജഡ്ജിയെ ചീത്ത വിളിച്ച് ഇവിടെ നിന്ന് ഓടിച്ചയാളാണ് PC ജോർജ്. എന്തെല്ലാം വൃത്തികേടുകളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ കുതന്ത്രങ്ങളിലൂടെ മാത്രം നിലനിന്ന് പോരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇവിടെ ഭരണ മുന്നണിയുടേത്. അവരത് തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യവും ആലോചിക്കും. സ്പീക്കർക്ക് അത് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് വേറെ പ്രശ്നം. ഇപ്പോൾ ഇവിടെ ഈ ബാർ കോഴ കേസ് തന്നെ എന്താ ആക്കി വെച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയില്ലേ? ആ കേസ് എങ്ങനെയാണ് അട്ടിമറിച്ചതെന്ന്. ഇനി അതെല്ലാം മറ്റേ വിശദീകരിക്കാൻ നമ്മൾ നിൽക്കണം. അപ്പോൾ അതുപോലെ എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടും എന്നുള്ളതിന് അത് ഒരു സംശയവും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ തന്നെ സൈറ്റിൽ കാണിക്കുന്നില്ലായിരുന്നു അവിടെ അരുവിക്കര തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെന്നിട്ട് നിവേദനം മേടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ. അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സംഘത്തെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ ഇതിലപ്പുറവും നടക്കും എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. അതിനുള്ളൊരു തിരിച്ചടിയാവണം അരുവിക്കര തെരഞ്ഞെടുപ്പ് ഫലം എന്ന് ഇടതുപക്ഷം അല്ലെങ്കിൽ LDF ആഗ്രഹിക്കുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിൽ നാളെ കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക യോഗം ചേരുന്നു. 29-ന് അസംബ്ലി ചേരുമ്പോൾ സ്പീക്കറിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ കേരള രാഷ്ട്രീയം എങ്ങനെ ചിന്തിക്കും? വളരെ നന്ദി SR ശക്തിധരൻ, R ബാലകൃഷ്ണപിള്ള, ഭാസ്കരപിള്ള, അഡ്വക്കേറ്റ് ശാസ്തമംഗലം, അജിത് പ്രതികരിച്ചതിനും പങ്കെടുത്തതിനും.